എന്നത്തെയും പോലെ അന്നും രാത്രി പതിവ് പോലെ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഉറങ്ങാൻ പോയി. ഏകദേശം 1 മണിയോടെ അയൽവാസികളുടെ നായ്ക്കൾ ശക്തിയായി കുരയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഇതൊരു പതിവ് ശബ്ദമായതിനാൽ ആരും അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുത്തില്ല. വീട്ടിലെ ചെറിയ കുട്ടികളെ നോക്കിയിരുന്നത് എലിസബത്ത് ഗോഫ് എന്ന ജോലിക്കാരിയായിരുന്നു. അന്നും രാവിലെ പതിവ് പോലെ 5 മണിക്ക് എഴുന്നേറ്റ് അവൾ കുട്ടികളെ പരിശോധിച്ചപ്പോൾ 3 വയസ്സുള്ള ഫ്രാൻസിസിനെ മാത്രം കട്ടിലിൽ കണ്ടില്ല. ആദ്യം അവർ വിചാരിച്ചത് അമ്മയായ മേരി ഡ്രൂ വന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് അവർ വീണ്ടും പോയി കിടന്നു. പിന്നീട് ഒരു 7 മണിക്ക് എല്ലാവരും ഉണർന്നെണീറ്റപ്പോൾ മാത്രമാണ് കുട്ടി മിസ്സിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. എല്ലായിടത്തും തിരഞ്ഞെങ്കിലും കുട്ടിയെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ആ ഗ്രാമത്തിലെ എല്ലാവരും തിരച്ചിലിൽ പങ്കാളികളായി. അവസാനം വീടിൻ്റെ പുറകിലെ ജോലിക്കാരുടെ ടോയ്ലറ്റ് പരിശോധിച്ചപ്പോൾ ഒരു ഭയാനക കാഴ്ചയായിരുന്നു അവരെ കാത്തിരുന്നത്. വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ഫ്രാൻസിസിൻ്റെ കുഞ്ഞു ശരീരം വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിൽ അവിടെ ഉണ്ടായിരുന്നു. അതും ചോര മരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അധികം വൈകാതെ പോലീസ് അന്വേഷണം ആരംഭിച്ചു.